ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിരുന്നു. ഗിഫ്റ്റ് വാങ്ങിയിട്ട് അത് ഇങ്ങനെ വർണ്ണക്കടലാസൊക്കെ വെച്ചിട്ട് പൊതിയല്ല, അതൊക്കെ ചെയ്യാൻ അവിടുന്ന് എങ്ങനെയാണ് എനിക്കറിയില്ല. അപ്പം എന്നെ വിളിച്ച് ചോദിച്ച് ഈ പൊതിഞ്ഞ് തരുമെന്ന് വെച്ച് ഞാനൊരു ആവേശത്തിനായി ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു. നാഷിയും പ്രജിയും കൂടിയാട്ടോ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഞാനതൊക്കെ വാങ്ങി ഇനി പൊതിയാൻ നേരത്താണ് ഇത് പടച്ചോൻ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ആയിട്ട്. പിന്നെ മോനും കൂടി ഓനും ഞാനും കൂടി ആട്ടോ അതൊക്കെ ചെയ്ത് റെഡിയാക്കിയത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അതൊന്നും ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ തകൃതിയായ പണിയിലാട്ടോ ഞങ്ങൾ. അങ്ങനെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഈ സാധനമല്ലേ ഇതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയതായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒക്കെ സെറ്റാക്കി ഇങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിറ്റേന്ന് മോൻ എന്നോട് ചോദിച്ചു, അല്ല അമ്മ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഇതിന് കവറില്ലല്ലോ. അന്നപ്പോൾ ഞാൻ ഓനെ വിളിച്ച് ഇന്ന ഇവിടെ വന്ന് കൂട്ടണം കേട്ടോ, അല്ലാണ്ട് ഇത് പെട്ടി പിടിച്ച് ഞാനിങ്ങനെ ബാലുശ്ശേരിക്ക് വരണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ ഓൻ വന്നു കേട്ടോ കൂട്ടാനും. 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോന്നു. നാഷിയാട്ടോ കൂട്ടാൻ വന്നത്. എല്ലാവരും ബാലുശ്ശേരി കാത്തിക്കുന്നുണ്ട് തന്നെ. അങ്ങനെ പെട്ടിയൊക്കെ കാറിൽ വെച്ച് ഞങ്ങളിങ്ങനെ പോവുക. അപ്പോൾ കണ്ടോ, വിഷുവിൻ്റെ തലേന്നാട്ടോ ഇത്. കൊന്നപ്പൂവിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ രേഷ്മയും ദിവ്യൊക്കെ അവിടെ കാത്തിക്കാണ് കേട്ടോ. ഉനേസും ഉണ്ട്. പിന്നെ കുറച്ച് പേര് പ്രജീൻ്റെ വണ്ടിയിലാട്ടോ വരുന്നത്. തോനെ പേരൊന്നുമില്ല, ഞങ്ങൾ കുറച്ചാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ജൂലി എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ അടുത്താണ്, എൻ്റെ തറവാടിൻ്റെ വീടിൻ്റെ അടുത്താണ് ഓളെ വീട് കേട്ടോ. ഞങ്ങൾ 1 തൊട്ട് 7 വരെ ഒരുമിച്ച് പഠിച്ചല്ല, ഡിവിഷൻ വേറെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്തതാണ്. ഇവർ അഖില കേട്ടോ, ഞങ്ങളിവിടെ പഠിച്ചത് തന്നെയാണോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചെറിയ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോവാം. ഉള്ളിയേരി എത്തിയിട്ടോ. നടുവണ്ണൂർ കൂട്ടാലിയുടെ റോഡാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. ഓളെ വീട് എന്തായാലും പഠിച്ചത് നടുവണ്ണൂർ കഴിഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാം. അങ്ങനെ ലക്ഷ്മി അടുത്തത് ലക്ഷ്മിയുടെ വീട്ടിൽ കൂടെ സംഗീതയായിട്ട് ഞങ്ങൾ 4 ഗേൾസേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ഈ പെട്ടി ഞാൻ ജൂലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോയത് കേട്ടോ, കവറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. ഇതാട്ടോ ജൂലി. ഞങ്ങൾ ദിവ്യ, രേഷ്മ, പിന്നെ റൂബിയുടെ ഉമ്മയാട്ടോ. അത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്കും ഇവരും ഇവിടെ ഫുഡടി തുടങ്ങി കേട്ടോ. എടുത്ത് പോറാക്കണം. ഞാൻ നെയ്ച്ചോറ് വാങ്ങണ്ടില്ല, ശരിക്ക് പൊറാട്ടയോ മസാല ദോശയായിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ നെയ്ച്ചോറ് കാണുമ്പോൾ ഒരു പൂതിയാണല്ലോ, അതന്നെ വാങ്ങണം എന്നൊരു ടെൻഡൻസി ആണല്ലോ. അങ്ങനെ വാങ്ങിപ്പോയതാട്ടോ. ഞാൻ അങ്ങനെയോ അതൊക്കെ വേഗം കഴിച്ചു. പ്രത്യേകിച്ച് ഇടാണ്ടിട്ടോ. ലക്ഷ്മി കോഴ്സിൽ നിൽക്കുക. ലക്ഷ്മി എന്ന് പറയുന്നത് പരിമൾ ടീച്ചറെ മോളായിട്ട്. പരിമൾ ടീച്ചർ ഞങ്ങൾ മലയാളം എടുത്തതാണ്, അപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ ഹൗസ് വാമിങ്ങും 27-നോ 26-നൊക്കെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ അടിയിരിക്കുന്നു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാട്ടെ. ഇറങ്ങുമ്പോഴും മുരളി മാഷ്, ഇത് മലയാളത്തിൻ്റെ മാഷാട്ടോ മുരളി മാഷ്.
ഞങ്ങളോടൊക്കെ വർത്താനം പറയാണ്. ഇത് മസാല ദോശ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് മാഷ മസാല ദോശ. ഞങ്ങളെ കണ്ടേം കൊണ്ട് മാഷ് മസാല ദോശ കഴിക്കാണ്ട് അവിടെ ഒരു ഇതുണ്ട്, കെട്ടിൻ്റെ മുകളിൽ വെച്ചാൽ അതിൽ സംഗീതം എടുത്ത് കായ പിടിച്ചാൽ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പം തന്നെ എല്ലാവരും ഇവിടെ സംസാരത്തിലാണ്. അങ്ങനെ ഇത് ഓളെ അലക്കുകല്ലാട്ടോ. അലക്കുകല്ലൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ. അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലമൊക്കെ ഓൾ പറഞ്ഞുണ്ടാക്കിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഓളെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടോ. കയറി വരുമ്പം തന്നെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി വീടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഇതിൽ കയറിയിരിക്കുകയൊക്കെ ചെയ്ത് രേഷ്മ ഇരുന്നപ്പോൾ പിന്നെ ഞാനും രശ്മിയൊക്കെ അവിടെ പോയിരുന്നു. സംഗീതയ്ക്ക് അവിടെ ഇരിക്കുക സ്ഥലമില്ലാത്തതിനെ കൊണ്ട് അവൾ വരാഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ നാശിയും വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ ആടലൊക്കെ കഴിഞ്ഞേരം പിന്നെ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമാട്ടോ ഇത്. പിന്നെ മിറർ കണ്ടാൽ എപ്പോഴും നമ്മളിങ്ങനെ എടുക്കല്ലോ, ബാക്കിലാകിലും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇതവിടെ കിച്ചണാട്ടോ. ഇത് സെക്കൻഡ് ബെഡ്റൂമാ താഴത്തേട്ടോ. ഈ വീഡിയോസൊക്കെ കാണാൻ വെയിറ്റ് ചെയ്യുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ബാലേച്ചി. സംഭവം ഈ ഒരു റൂം ഹോം തിയേറ്റർ ആണ് എന്ന് തോന്നുന്നു കേട്ടോ ഒരു ഉദ്ദേശിച്ചത്. ഇത് ഒരു ബെഡ്റൂം ആട്ടോ, മുകളിലത്തെ നിലയിലെ. രശ്മിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ മാതിരി ഉണ്ട് മുഖത്ത്. ഓളതാണ് അടുത്ത ഹൗസ് വാമിങ് കിട്ടുക. അപ്പം അതിൻ്റേതായ കുറച്ച് എന്തൊക്കെയോ ഒരു ടെൻഷൻ മാതിരി ഓളെ മുഖത്ത് ഫീൽ ചെയ്യാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതും ഇത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ താഴോട്ടുള്ള ഡൈനിങ് ഹാളാണ്, ഡൈനിങ് ഏരിയ ആട്ടോ നമ്മൾ കാണുന്നത്. ഇത് റംജി ഏട്ടനാണ്, ജൂലീൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ്. ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ ആയിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുക, ഹൗസ് വാമിങ്ങിൻ്റെ ഒക്കെ ചോദിക്കുക ജൂലിയൊക്കെ. അവിടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവരൊന്നും വീഡിയോസ് എനിക്ക് കിട്ടിയില്ല. ഞാൻ നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്താൽ ശരിയാവില്ലെന്ന് തോന്നി. അപ്പം ഞാൻ എൻ്റെ കയ്യിലെ ഫോട്ടോസ് തന്നെ വെച്ചിട്ട് പിന്നെ അവർ ഫ്രിഡ്ജിൻ്റെ കാറിൽ കയറി, ഞങ്ങൾ നാഷീൻ്റെ കാറിൽ കയറി ഞങ്ങൾ പോവാണ് കേട്ടോ. എന്തേത്തിന് നാഷിയെ ബാക്കാണല്ലോ. വാർപ്പിന്റെ കുത്തുഷീറ്റ് അല്ല, ഞാൻ ഇങ്ങോട്ട് നോർത്തിലേക്ക് എന്റെ വീട്ടിലേക്കാ. വട്ടോളിന്റെ അമ്മേന്റെ അങ്ങാ. ബാലുശ്ശേരി ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ വിഷുവിൻ്റെ തലേന്ന്. അങ്ങനെ ഉനേസും ദിവ്യ രേഷ്മ അവിടെ ഇറങ്ങി കേട്ടോ ബാലുശ്ശേരി. അങ്ങനെ നാഷി എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരിക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.